കാലത്ത് അമ്മ ചുട്ടുവെച്ച നല്ല മധുരമൂറുന്ന ഇലയടയുടെ പാത്രത്തിൽ നിന്നും 1 മിനിറ്റിനുള്ളിൽ 10ാമത്തെ ഇലയടയും എടുത്ത് അമ്മയുടെ മുന്നിൽ നിന്നും ഓടിപ്പോകുന്ന ഉണ്ണിക്കുട്ടനെ അത്ഭുതത്തോടു കൂടി അമ്മ നോക്കി നിന്നുകൊണ്ട് ആലോചിച്ചു. ഈശ്വരാ, എന്തു പറ്റി ഇവന്? ഇന്ന് ഇതിനു മാത്രം വിശപ്പോ? അല്ലാത്ത ദിവസങ്ങളിൽ ഇവനോട് എത്ര നിർബന്ധിച്ചാലും ഒന്നും കഴിക്കാതെ ഓടിപ്പോകുന്നവനാണല്ലോ. കാര്യം എന്തെന്ന് അറിയാനായി അമ്മ ഇലയടയുമായി ഉണ്ണിക്കുട്ടൻ ഓടിയ വഴിയെ വച്ചുപിടിച്ചു. അടുത്ത റൂമിൽ ഒരു പാത്രത്തിൽ കുറേ കോഴിമുട്ടകൾ കൂട്ടി വച്ച് അതിനു മുകളിൽ അടുക്കളയിൽ നിന്നും പല വട്ടമായി എടുത്തു കൊണ്ടുപോയ ഇലയടകൾ നല്ല ഭംഗിയിൽ അടുക്കി വച്ച് അത് നോക്കിയിരിക്കുന്ന ഉണ്ണിക്കുട്ടനെ കണ്ട് അല്പം ദേഷ്യത്തോടെ അമ്മ പറഞ്ഞു, എടാ ഉണ്ണിക്കുട്ട, നീ എന്തിനാണ് കോഴിമുട്ടകളുടെ മുകളിൽ ഇലയടകൾ കൂട്ടിവച്ചിരിക്കുന്നത്? ഉണ്ണിക്കുട്ടനും വിട്ടുകൊടുത്തില്ല. ശബ്ദമുണ്ടാക്കല്ലേ അമ്മേ, നമ്മുടെ വീട്ടിൽ ആകെ ഒരു കോഴിക്കുഞ്ഞല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഒരു കൂട്ട് ആവാൻ വേണ്ടി ഒരു 10 കോഴിക്കുഞ്ഞുങ്ങളെ കൂടി വിരിയിച്ചെടുക്കുക നോക്കുകയാണ് ഞാൻ. അപ്പൂപ്പൻ ഇന്നലെ പറഞ്ഞിരുന്നു അട വച്ചാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതെന്ന്. ഇതുകണ്ട് എന്തു പറയണമെന്നറിയാതെ അമ്മയും ന്യൂജൻ ഉണ്ണിക്കുട്ടൻ്റെ കണ്ടുപിടുത്തത്തിൽ തനിക്ക് വല്ല ഗുണവും ഉണ്ടാകുമോ എന്നുള്ള ആലോചനയിൽ വീട്ടിലെ കിങ്ങിണിക്കോഴിയും ഉണ്ണിക്കുട്ടനെ നോക്കി അന്തം വിട്ടു നിന്നുപോയി. അബിക വിഷൻസ് ഫണ്ണി ഡ്രോയിങ്.